ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് മറ്റൊന്നുമല്ല, അർജൻറ്റീനയുടെ മാച്ചിനെ കുറിച്ച് തന്നെയാണ്. അടുത്ത മത്സരം സ്വിറ്റ്സർലാൻഡിനെതിരെ ഞായറാഴ്ച 12-ാം തീയതി ഞായറാഴ്ച രാവിലെയാണ് ആ മത്സരം നടക്കുന്നത്. ആ മത്സരത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നുള്ള ചർച്ച നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഒത്തിരി സംസാരിക്കാനില്ല. നമുക്കെല്ലാം അറിയാവുന്ന പോലെ സ്വിറ്റ്സർലാൻഡ് കൊളംബിയയെ തോൽപ്പിച്ചിട്ടാണ് വരുന്നത്. തോൽപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളി 120 മിനിറ്റ് കളിച്ചു. അതിൽ ഒരു ഗോൾ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും സ്കോർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഗോളുടെ സമനിലയിലാണ് രണ്ടുപേരും ഫിനിഷ് ചെയ്തത്. അന്നേരം കൊളംബിയ ആയാലും ഗോൾ അടിക്കാൻ സമ്മതിച്ചിട്ടില്ല, സ്വിറ്റ്സർലാൻഡിനെ ആയാലും കൊളംബിയ ആയാലും ഗോൾ അടിക്കാൻ സമ്മതിച്ചിട്ടില്ല. രണ്ടും വാശിയേറിയ പോരാട്ടങ്ങൾ തന്നെയാണ് അങ്ങോട്ടും നടന്നത്. എല്ലാവരെയും പ്രതീക്ഷ കൊളംബിയ ആ ഒരു മത്സരത്തിൽ ജയിക്കും, എന്നിട്ട് അർജൻറ്റീനയായിട്ട് വരും, കൊളംബിയ വേഴ്സസ് അർജൻറ്റീന മാച്ചൊക്കെ വരും എന്നാണ് ചിന്തിച്ചത്. പക്ഷെങ്കിൽ ആ പ്രവചനത്തിനെല്ലാം മറികടക്കുന്ന അല്ലെ ഒരു തെറ്റിച്ച് കളഞ്ഞ പോലെയാണ് നമ്മൾ സ്വിറ്റ്സർലാൻഡ് കൊളംബിയയെ തോൽപ്പിച്ച് പെനാൽറ്റി ഷൂട്ടൗട്ടിൽ 4-3 സ്കോറിൽ തോൽപ്പിച്ച് കടന്നു കയറി വരുന്നത്. അന്നേരം കൂടുതൽ ഒന്നും പറയാനില്ലല്ലോ. കൊളംബിയ പോലുള്ളൊരു ടീമിനെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ തോൽപ്പിച്ചിട്ടാണ് ആ ഒരു എനർജിയിലാണ് സ്വിറ്റ്സർലാൻഡ് കടന്നു വരുന്നത് ഈ ഒരു സെമി ക്വാർട്ടർ ഫൈനലിലേക്ക്. കൊളംബിയ പോലുള്ളൊരു ടീമിനെ തോൽപ്പിച്ചിട്ടാണ്. അന്നേരം അർജൻറ്റീന ഒരു ഈജിപ്റ്റ് എന്ന ടീമുമായിട്ട് ഒരു പുറകിൽ നിന്നിട്ട് ഒരു കംബാക്ക് എന്ന രീതിക്ക് കളിച്ച് 90 മിനിറ്റ് കൊണ്ട് കളി അവസാനിപ്പിച്ചിട്ടാണ് നമ്മുടെ അർജൻറ്റീന കടന്നു വരുന്നത്. അന്നേരം ഒരു അവസാന 10-13 മിനിറ്റിനുള്ളിൽ 3 ഗോൾ അടിച്ച് കയറ്റി ആ ഒരു പവറോടെയും ആ ഒരു ആവേശത്തോടെയും ആ ഒരു ആത്മവിശ്വാസത്തോടെയും കൂടെയാണ് നമ്മുടെ അർജൻറ്റീന കളിക്കാൻ വരുന്നത്. അന്നേരം രണ്ടുപേരുടെയും കളിയിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. സ്വിറ്റ്സർലാൻഡ് ഒരു 90 മിനിറ്റും കഴിഞ്ഞ് എക്സ്ട്രാ ടൈമും അവർ കളിച്ചു. അന്നേരം അവർക്ക് അത്രയും ട്രാവൽ ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞ് അർജൻറ്റീന 90 മിനിറ്റേ കളിച്ചുള്ളൂ. 90 മിനിറ്റിനുള്ളിൽ അവർക്ക് അവരുടെ വിജയം സ്വന്തമാക്കാൻ കഴിഞ്ഞു. എല്ലാവരും കരുതിയ സ്ഥാനത്ത് നിന്ന് അവർ ഉയർത്തെഴുന്നേറ്റു. പക്ഷെങ്കിൽ സ്വിറ്റ്സർലാൻഡിന് ആ ഒരു 120 മിനിറ്റും കളിച്ചുകൊണ്ട് തന്നെ അത്രയും ക്ഷീണവും കാര്യങ്ങളും ട്രാവലിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ ഭയങ്കര ടയർഡായിരിക്കും. പക്ഷേ അർജൻറ്റീനയുടെ കാര്യത്തിൽ അതല്ല. അവർക്ക് സമയമുണ്ട്, മത്സരത്തിന് തയ്യാറെടുക്കാൻ സമയമുണ്ട്. അവരുടെ പ്ലാനിങ് ഒക്കെ സെറ്റാക്കാനും കാര്യങ്ങൾ ലയണൽ സ്കലോനി ആയാലും വളരെ കോൺഫിഡൻസോട് കൂടെയാണ് ഇപ്പോഴും താരം. കാരണം ആ ഒരു കഴിഞ്ഞ മത്സരത്തെ വിന്ന് കാര്യങ്ങളെല്ലാം. പക്ഷേ അർജൻറ്റീനയ്ക്ക് വീണ്ടും ജയിക്കാനുള്ളതേ ഉള്ളൂ. കാരണം അവരുടെ പ്രതിരോധത്തിലെ പ്രശ്നങ്ങളായാലും മുന്നേറ്റത്തിലെ പ്രശ്നങ്ങളായാലും മിഡിലെ പ്രശ്നങ്ങളായാലും എല്ലാം ഗോൾ കീപ്പിംഗ് പ്രശ്നമായാലും എല്ലാം ഒന്ന് പരിഹരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അർജൻറ്റീനയ്ക്ക് അടുത്ത കളി പുഷ്പം പോലെ ജയിക്കാനുള്ളതേ ഉള്ളൂ. കാരണം അവരുടെ ഡിഫൻസീവ് പ്രശ്നങ്ങൾ, അവരുടെ DM പൊസിഷനിൽ വന്ന ഒരു പരഡസ് എന്ന് പറയുന്ന ഒരു താരത്തെ അവരുടെ പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ വളരെ വളരെ വർക്കൗട്ടായി എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. താരം അവിടെ വന്നു, മെസ്സിക്ക് നമ്മുടെ എൻസോയ്ക്ക് ഒരു ഫ്രീ സ്പേസ് കിട്ടുന്നു, മെക്കലിസ്റ്റർ DM റോളിൽ നിന്ന് കുറച്ച് മുമ്പോട്ട് കയറി കളിക്കുന്നു. അങ്ങനെ കുറച്ച് ആ രണ്ട് താരങ്ങൾക്ക് ഒരു സ്പേസ് കിട്ടി. ഭയങ്കര ആ ഒരു മാറ്റിയതിനൊരു പ്രയോജനം ഉണ്ടായി എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിഞ്ഞു. കാരണം ആ ഒരു താരത്തിൽ നിന്ന് സ്കലോണി എന്താണോ പ്രതീക്ഷ അതിനെ ഇറക്കിയത്, ആ ഒരു പ്രതീക്ഷയ്ക്ക് ഫലം കൊടുത്തു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. അതിന് ആ ഒരു പ്രതീക്ഷയുടെ ഫലമായിട്ടാണ് അത് പക്ഷേങ്കിൽ ആ ഒരു കളി സെക്കൻഡ് ഹാഫ് ആയപ്പോൾ ഫസ്റ്റ് ഹാഫിൽ തന്നെ ഒരു ഗോളിന് പുറകിലായിപ്പോയി. പിന്നെ രണ്ടാമത് 2 ഗോൾ അടിച്ചു, അവർ മുമ്പിൽ നിന്നു. പക്ഷേങ്കിൽ അത് സെക്കൻഡ് ഹാഫിൽ നമ്മുടെ മാർട്ടിനസ് ഇറങ്ങിയപ്പം ലൗതാരോ മാർട്ടിനസ് ഇറങ്ങിയപ്പം മെസ്സിക്ക് ഒരു ഫ്രീ സ്പേസ്, ഒരു കളി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഫ്രീ സ്പേസ് സൈഡിൽ കിട്ടുന്നു. മെസ്സിയുടെ 2 ക്രോസുകൾ, മെസ്സിയുടെ ഒരു ഗോള്, കാരണം മെസ്സി ഒരു ക്രിയേറ്റീവായിട്ട് തന്നെ അവിടെ കളിക്കുകയൊക്കെ ചെയ്ത് ടീമിനെ വിജയിപ്പിക്കുന്നതിൻ്റെ ഒരു പരിധി വരെയും മെസ്സിയുടെ കയ്യിലായിരുന്നു എല്ലാ കാര്യങ്ങളും. പിന്നെ അവസാനം ഒരു ക്രോസ്, ഒരു കൗണ്ടർ ക്രോസ്, ഹെഡ് ചെയ്യുന്നു, അങ്ങനെയൊക്കെയാണ് അവർ. പക്ഷേ ഈ ഒരു വർക്കിങ് നമ്മൾ സ്വിറ്റ്സർലാൻഡുമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അർജൻറ്റീനയ്ക്ക് അടുത്ത ഘട്ടത്തിലേക്ക് മറികടക്കാൻ കഴിയും. അടുത്ത ഘട്ടത്തിലേക്ക് കയറാൻ ഈ ഒരു ആത്മവിശ്വാസം, ഈ ഒരു പോരാട്ടവും ഉണ്ടെങ്കിൽ സ്വിറ്റ്സർലാൻഡിന് അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു കയറാൻ കഴിയുമെന്ന് പൂർണ്ണമായ വിശ്വാസം ഓരോ അർജൻറ്റീനൻ ആരാധകർക്കും അവരുടെ കളിക്കാർക്കും കോച്ചിനും ഉണ്ടായിരിക്കണം. കളിക്കാർക്കും ഉണ്ടാവണം, കോച്ചിനും ഉണ്ടാവണം. ഈ ഒരു കളി മതി അവർക്ക് ഉറപ്പായിട്ടും കളി ഫിനിഷ് ചെയ്യാനും കളി പിടിക്കാനും പറ്റും. ഓക്കെ, അന്നേരം സ്വിറ്റ്സർലാൻഡിനായാലും സ്വിറ്റ്സർലാൻഡൊക്കെ ഫോമല്ല, നല്ല ടീമല്ല എന്നല്ല. പക്ഷേ അർജൻറ്റീനയായിട്ടൊക്കെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാകും. എത്ര വലിയതായാലും അർജൻറ്റീനയായിട്ട് വരും ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ അർജൻറ്റീന അത് മുതലെടുക്കുക, കളി ജയിക്കാൻ നോക്കുക, പൊസിഷൻ കൈവെക്കുക, കിട്ടുന്ന അവസരങ്ങൾ ഗോൾ അടിക്കുക, അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അർജൻറ്റീനയ്ക്ക് പുഷ്പമായിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് കയറാൻ കഴിയും.
എൻ്റെ അഭിപ്രായം ഇതാണ്. നിങ്ങൾക്കും പല ആൾക്കാർക്കും പല വ്യത്യസ്ത തരമായ അഭിപ്രായങ്ങളാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അത് നമുക്ക് മാച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.